Dear students, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വേരിയൻസ് എന്നുള്ളതിനെ കുറിച്ചാണ്. ക്ലിയർ? സോ പോർട്ട്ഫോളിയോ വേരിയൻസ് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് മെഷർ ചെയ്യുന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് നമ്മൾ നേരത്തെ തന്നെ നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് പോർട്ട്ഫോളിയോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിലൂടെ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിരുന്നു അല്ലേ. ആദ്യം എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുകയും ആ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആക്ച്വൽ അല്ലേ പോസിബിൾ റിട്ടേൺ തമ്മിലുള്ള ഡീവിയേഷൻ എടുക്കുകയും ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കുകയും അല്ലേ അതിനെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സമ്മേഷൻ എടുക്കുന്നതാണ് വേരിയൻസ്. അതിനെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഒരു പോർട്ട്ഫോളിയോയിൽ കുറേയധികം സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഓരോ സെക്യൂരിറ്റീസിനും മറ്റുള്ള സെക്യൂരിറ്റീസുമായിട്ട് എന്തുണ്ടാവും? ബന്ധമുണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും. ക്ലിയർ? ഇൻ്ററാക്റ്റീവ് റിസ്ക് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സെക്യൂരിറ്റി മറ്റൊരു സെക്യൂരിറ്റിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈച്ച് സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ വിത്ത് എവറി അതർ സെക്യൂരിറ്റീസ്. ക്ലിയർ? അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഓക്കെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ നമ്മൾ കോവേരിയൻസ് എന്ന് പറയും. ഓക്കെ, ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണത്. ഓക്കെ, കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പക്ഷേ രണ്ട് സെക്യൂരിറ്റീസ് മാത്രമേ പോർട്ട്ഫോളിയോയിൽ ഉള്ളൂ എങ്കിൽ, ഇഫ് ദർ ആർ ഓൺലി 2 സെക്യൂരിറ്റീസ് ഇൻ ദി portfolio, then we can easily calculate by using a formula. Clear? പക്ഷെ രണ്ടിൽ കൂടുതൽ സെക്യൂരിറ്റീസ് ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ പിന്നെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ സിലബസിൽ ഈ 2 സെക്യൂരിറ്റീസ് വെച്ചിട്ട്, ക്ലിയർ, അസ്യൂമിങ് ദാറ്റ് ദർ ആർ ഓൺലി 2 സെക്യൂരിറ്റീസ് അവൈലബിൾ ഇൻ ദ പോർട്ട്ഫോളിയോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ? ബട്ട് ഇഫ് ദർ ആർ 2 സെക്യൂരിറ്റീസ്, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ പോർട്ട്ഫോളിയോ വേരിയൻ? ഓക്കെ, സോ പോർട്ട്ഫോളിയോ റിസ്ക് ഓഫ് 2 സെക്യൂരിറ്റീസ്, പോർട്ട്ഫോളിയോ വേരിയൻസ് ഓഫ് 2 സെക്യൂരിറ്റീസ്, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫോർമുല. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ. ഓക്കെ, വേരിയൻസ് നമ്മൾ എന്താ പറയുക? സോ വേരിയൻസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ സ്മോൾ സിഗ്മ അല്ലേ, സിഗ്മ സ്ക്വയർ. ക്ലിയർ? ഇതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് കാണിക്കാൻ നമ്മൾ സബ്സ്ക്രിപ്റ്റ് കൂടെ ആഡ് ചെയ്യും. ക്ലിയർ? സിഗ്മ പി, ദാറ്റ് ഈസ് സിഗ്മ പി സ്ക്വയർ, ദാറ്റ് മീൻസ് പോർട്ട്ഫോളിയോ വേരിയൻസ്. ഓക്കെ, സോ സിഗ്മ പി സ്ക്വയർ എന്താണ്? പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, 2 സെക്യൂരിറ്റീസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു, എക്സും വൈയും. ക്ലിയർ? അപ്പോൾ ഇവിടെ എക്സും വൈയും 2 സെക്യൂരിറ്റീസ് ആണെങ്കിൽ, ഓക്കെ, എക്സ് സ്ക്വയർ, ഇവിടെ ഒരു എക്സ് കൊടുത്തിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ ആണ്, വേറൊന്ന് സബ്സ്ക്രിപ്റ്റ് ആണ്. നമുക്കറിയാം 2 സെക്യൂരിറ്റി എക്സും പറഞ്ഞു വൈയും പറഞ്ഞു അല്ലേ. ഈ എക്സും വൈയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സും പറഞ്ഞത്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പോർഷൻ ആണ്. ഓക്കെ, സോ ഹിയർ എക്സ്, ക്യാപിറ്റൽ എക്സ് സ്റ്റാൻഡ്സ് ഫോർ പ്രപ്പോർഷൻ. സ്മോൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എക്സ് വരുന്നത് എന്താ? സെക്യൂരിറ്റി. അപ്പോൾ അത് എ ആണെങ്കിൽ എന്തായിരിക്കും വരിക? എ. ക്ലിയർ? എക്സ് എ. ബി ആണെങ്കിലോ എക്സ് ബി. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി 1ഉം 2ഉം ആണെങ്കിലോ x1 ദെൻ x2. ക്ലിയർ? അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. അപ്പം ഇത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഫോർമുലയുടെ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് പോകാം. ക്ലിയർ? എക്സ് എന്താ? ദാറ്റ് ഈസ് പ്രപ്പോർഷൻ ഓഫ് എക്സ് സെക്യൂരിറ്റി, അതിൻ്റെ സ്ക്വയർ എടുക്കണം. ക്ലിയർ? സോ പ്രപ്പോർഷൻ്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്, വേരിയൻസ് ആയതുകൊണ്ട് സ്ക്വയർ ആണ് എടുക്കുക. സോ എക്സ് എന്ത് സ്ക്വയർ ആണ്? എക്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റീസിൻ്റെ പ്രപ്പോർഷൻ, അതിൻ്റെ സ്ക്വയർ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച ശേഷം അല്ലേ അതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ എക്സ് എൻ്റെ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ എടുക്കും. ക്ലിയർ? സോ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് എക്സിൻ്റെ ആയി. ഇനി എന്താണ്? നമുക്ക് വൈ വേണം അല്ലേ. അടുത്ത വേറൊരു സെക്യൂരിറ്റിയാണ് വൈ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? പ്രപ്പോർഷൻ ഓഫ് വൈ സെക്യൂരിറ്റി അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് വൈ സ്ക്വയർ. ക്ലിയർ? ഇത്രയും പോർഷൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ, വൈൻ്റെ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ എത്രയായി? ഇപ്പം എന്തായി? വൈ സെക്യൂരിറ്റീസും ആയി. പ്ലസ് ഓക്കെ 2 into xx into xy into ബ്രാക്കറ്റിൽ RXY കോറിലേഷൻ കോയിഫിഷ്യന്റ് പറയുന്ന പേരാണ് RXY. ക്ലിയർ? into sigma x into sigma y. So this is the formula. ഒന്നുകൂടെ പറയാം. Variance of portfolio is equal to proportion of x square into standard deviation of x square plus ഓക്കെ. അപ്പോൾ ഇത് ആദ്യം ബ്രാക്കറ്റിൽ ചെയ്യണം നമ്മൾ. ഓക്കെ. പ്ലസ് പ്രപ്പോർഷൻ ഓഫ് വൈ സ്ക്വയർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ സ്ക്വയർ. ഓക്കെ. ഇതും ബ്രാക്കറ്റിൽ നമ്മൾ എടുത്തു. ക്ലിയർ? പ്ലസ് 2 ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു എക്സ് വൈ, ദാറ്റ് ഈസ് പ്രപ്പോർഷൻ ഓഫ് എക്സ് ഇൻറ്റു പ്രപ്പോർഷൻ ഓഫ് വൈ. 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. 2 ഇൻറ്റു രണ്ട് സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് നമ്മൾ രണ്ടെടുക്കാം. ക്ലിയർ? 2 ഇൻറ്റു എക്സ് പ്രപ്പോർഷൻ ഓഫ് എക്സ് ഇൻറ്റു പ്രപ്പോർഷൻ ഓഫ് വൈ ഇൻറ്റു within bracket correlation coefficient between x and y. Clear? So rxy and the correlation between x and y. Okay. Into standard deviation of x into standard deviation of y. ഇതാണ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. ക്ലിയർ? വേരിയൻസിൻ്റെ എന്തെടുക്കുക? റൂട്ട് എടുക്കുക. ക്ലിയർ? ഇത് വേരിയൻസ് കണ്ടുപിടിച്ച ശേഷം ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നൊട്ടേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ക്ലിയർ? സോ സിഗ്മ പി സ്ക്വയർ, ഇവിടെ പി കുറച്ചുകൂടെ വലുതായിട്ടാണ് പറഞ്ഞത്, സബ്സ്ക്രിപ്റ്റ് ആണെന്ന് ഓർക്കണം കേട്ടോ. അത് സിഗ്മ ചെറുതായിട്ടാണ് നമ്മൾ കൊടുക്കുക, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് കൊടുക്കുക. സ്ക്വയർ ഈക്വൽ ടു പോർട്ട്ഫോളിയോ വേരിയൻസ്. എക്സ് എക്സ് ഈക്വൽ ടു പ്രൊപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി എക്സ്. xy equal to proportion of portfolio invested in security y. Okay. The sigma x square equal to variance of security x. വേരിയൻസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സിഗ്മ എന്ന് മാത്രം പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയൻ. അപ്പോൾ വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി എക്സ്, ദെൻ വേരിയൻസ് ഓഫ് സെക്യൂരിറ്റി വൈ. ക്ലിയർ? ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് വൈ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. 2 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദെൻ ആർ ഒന്നുണ്ട് അല്ലേ? RXY ഈക്വൽ ടു കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ നമുക്കിത് നോക്കാം, ഒരു ഇല്ലുസ്ട്രേഷൻ എടുത്ത് നോക്കാം. സോ ഗിവൺ ദ ഫോളോയിങ് എക്സാമ്പിൾ, ഫൈൻഡ് ഔട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ, എക്സ്പെക്റ്റഡ് റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സ്റ്റോക്കാണ് തന്നിരിക്കുന്നത്, ACCയുടെ സ്റ്റോക്കും DCMൻ്റെ സ്റ്റോക്കും. ക്ലിയർ? അവരുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട് 10, 15. അതുപോലെ തന്നെ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 40, 60. ക്ലിയർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 0.2, 0.3. ഓക്കെ. ഇത് പ്രപ്പോർഷൻ തന്നിട്ടുണ്ട്. ഇതെന്താ? എക്സ് എക്സ്, ഇതെന്താ? XY. ഓക്കെ. ഇതെന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ആണ്, ഇതെന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ഫോർമുല നമ്മൾ ആദ്യം എടുത്ത് എഴുതി. ക്ലിയർ? വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഈക്വൽ ടു ഓക്കെ എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ പ്ലസ് 2 XX ഇൻറ്റു 2 XX ഇൻറ്റു XY ഇൻറ്റു RXY ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ദെൻ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ കൂടെ ഒരു ഭാഗത്ത് ചെറിയൊരു ഇതുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് 0.5 എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? ദിസ് ഈസ് RXY. ക്ലിയർ? ഈക്വൽ ടു 0.05. ഓക്കെ. ഇനി നമ്മൾ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. സോ വാട്ട് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് എക്സ്? 40%, 0.4. സോ 0.4 square into 0.2. Standard deviation is 0.2 എന്ന് പറഞ്ഞപ്പോൾ 0.2 square. Clear? So this is XX, this is standard deviation of x square. Clear? ഇത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്തെന്താണ്?
XY സ്ക്വയർ അപ്പോൾ 0.6 സ്ക്വയർ ആയി. ക്ലിയർ? അടുത്തെന്താ? ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 സ്ക്വയർ. ഓക്കെ. ദെൻ 2 കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയാം. പ്രൊപ്പോർഷൻ ഓഫ് എക്സ് ഈസ് 0.4, പ്രൊപ്പോർഷൻ ഓഫ് വൈ ഈസ് 0.6. ക്ലിയർ? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് 0.05. okay, then standard deviation of x equal to 0.2, standard deviation of y equal to 0.3. തന്നിരിക്കുന്ന ഫോർമുലയിൽ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ കിട്ടുമ്പോൾ അതിനെ റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? സോ ഇതിൻ്റെ വാല്യൂ ആണ്. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0064 പ്ലസ് 0.0324 പ്ലസ് 0.144. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലാസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലുള്ള കാര്യം ആദ്യം ചെയ്യണം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇത്രയും ബ്രാക്കറ്റാണ്. ക്ലിയർ? കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഇൻറ്റു ഓക്കെ ഇത് ഇൻറ്റു ഇത്. അപ്പോൾ ഇതാദ്യം ചെയ്യുക. അതിനുശേഷം ക്ലിയർ ഈ വാല്യൂമായിട്ട് എന്ത് ചെയ്യാം? 2 ഇൻറ്റു this into this into this. Clear? ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സോ അവർ ആൻസർ ഈസ് 0.0532. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് വേരിയൻസ്. ക്ലിയർ? വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു താഴെ ആൻസർ കൊടുക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് 0.231. സോ ദിസ് ഈസ് ദി പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം ഇങ്ങനെ പോർട്ട്ഫോളിയോ റിസ്ക് നമുക്ക് മെഷർ ചെയ്യാം. ക്ലിയർ? പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? പ്രധാനപ്പെട്ട വേരിയബിൾസ് ഇൻ ഓർഡർ ടു മെഷർ പോർട്ട്ഫോളിയോ വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ? വി റിക്വയർ ക്ലിയർ 3 things അല്ലേ? പ്രധാനമായിട്ടും വേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രൊപ്പോർഷൻ ഓഫ് സെക്യൂരിറ്റീസ് അറിഞ്ഞിരിക്കണം. നമ്പർ 2, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തത് എന്താണ്? കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. ക്ലിയർ? അത് അറിഞ്ഞിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 സെക്യൂരിറ്റീസ് തമ്മിലുള്ള പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അനദർ എക്സാമ്പിൾ. So there are 2 securities X and Y with expected return of 15% and 24% respectively. Their standard deviation is 35% and 52%. Calculate the standard deviation of portfolio weighted equity between the 2 securities if their correlation coefficient is 0.9. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കുക. ക്ലിയർ? ഈക്വലി എന്നാണ് പറയുന്നത്. ക്ലിയർ? വെയ്റ്റഡ് ഈക്വലി ബിറ്റ്വീൻ ആണ്, നോട്ട് ഇക്വിറ്റി. വെയ്റ്റഡ് ഈക്വലി ബിറ്റ്വീൻ 2 സെക്യൂരിറ്റീസ്. സോ ദർ ആർ 2 സെക്യൂരിറ്റീസ് എക്സും വൈയും. ക്ലിയർ? എക്സിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 50%, ഈക്വൽ ആയതുകൊണ്ട്. വൈയുടെ പ്രൊപ്പോർഷൻ എത്രയാണ്? 50%. അപ്പോൾ എക്സ് എത്രയാണ്? 50%. എക്സ് വൈ എത്രയാ? 50%. 0.5. ക്ലിയർ? സോ 0.5 0.5 ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര? 35% ഫോർ എക്സ് അല്ലേ? സിഗ്മ എക്സ് സിഗ്മ വൈ ഈക്വൽ ടു 52%. ക്ലിയർ? ആർ എക്സ് വൈ തന്നിട്ടുണ്ട് അല്ലേ? ആർ എക്സ് വൈ എത്രയാണ്? 0.9. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഫോർമുല എഴുതി. വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഈക്വൽ ടു അല്ലേ? നമ്മുടെ പഴയ ഫോർമുല എടുത്ത് എഴുതി. ഓക്കെ, ഇനി അപ്പോൾ ഫോർമുലയിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് എത്രയാണ്? 0.5 ആണ്. അപ്പോൾ 0.5 raised to 2, ദാറ്റ് ഈസ് പ്രൊപ്പോർഷൻ സ്ക്വയർ. ദെൻ വേരിയൻസ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് വേരിയൻസ്. സോ 35 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 35 raised to 2. ക്ലിയർ? അപ്പോൾ വേരിയൻസ്. ദെൻ പ്ലസ് അടുത്ത പ്രൊപ്പോർഷൻ വൈയുടെ പ്രൊപ്പോർഷനും 0.5 ആണ്. സോ 0.5 raised to 2. ഓക്കെ, ദെൻ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 52 ആണ്. സോ 52 raised to 2 പ്ലസ് 2 ഇൻറ്റു 0.5 ഇൻറ്റു 0.5. ക്ലിയർ? ദെൻ വിത്തിൻ ബ്രാക്കറ്റ്. സോ ഇവിടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് തന്നിരിക്കുന്നത് നോക്കൂ. സോ വാട്ട് ഈസ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്? ഇറ്റ് ഈസ് ഗിവൺ ആസ് -0.9 ആണ് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി 9 ബട്ട് ഇറ്റ് ഈസ് -0.9. ക്ലിയർ?
സോ മൈനസ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മൈനസ് തന്നെ ഇട്ടു. സോ മൈനസ് 0.09 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈസ് 35, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഈസ് 52. സോ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് ആദ്യം എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം ഇത്രയും പോർഷൻ. ക്ലിയർ? എന്നിട്ട് ഇതിലേക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ വാല്യൂസ് ഒക്കെ എടുത്ത് വരുമ്പോൾ എത്ര വരും? സോ ഹിയർ 306.25 പ്ലസ് 676 മൈനസ് അല്ലേ 800. ഇവിടെ മൈനസ് വരുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൈനസ് ആയതുകൊണ്ട് 2 ഇൻറ്റു അല്ലേ ദാറ്റ് ഇൻറ്റു പിന്നെ മൈനസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മൈനസ് വരുമ്പോൾ മൈനസ് വരും 819. ഓക്കെ, അപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? that is equal to 0.0076. so this is variance of portfolio variance. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. ക്ലിയർ? സോ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു 12.78. ഓക്കെ, അപ്പോൾ ഇവിടെ അസൈൻ ചെയ്തിരുന്ന വാല്യൂവിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മളിവിടെ സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂസ് നോക്കുക. വാല്യൂസ് എത്രയായിരിക്കും? ഇത്രയും പോർഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 306.25 കിട്ടും. ഇത്രയും പോർഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 676 കിട്ടും. ക്ലിയർ? ബാക്കിയുള്ള നമ്മുടെ റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ -819 ആണ് വരിക. ക്ലിയർ? അപ്പോൾ ഇതിൽ വാല്യൂവിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് 163.25. So this is the portfolio variance. Clear? So portfolio variance equal to 163.25. Plus portfolio standard deviation കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? സിഗ്മ പി portfolio standard deviation equal to in the square root എടുത്തു. Clear? So that is equal to 12.78%. Clear? 12.78% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോർട്ട്ഫോളിയോൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെയാണ് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. 2 സെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? 2ൽ കൂടുതൽ സെക്യൂരിറ്റീസ് വരുമ്പോൾ നമ്മുടെ ഫോർമുല മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസിൽ അത് പറയാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്ന സ്റ്റഡി മെറ്റീരിയലുണ്ട്. അതെടുത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ.